അസ്സലാമലൈക്കും. എല്ലാവർക്കും അദൽസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചൈനീസ്, അറബിക് ഇവയൊക്കെ വിട്ട് കേരളത്തിലോട്ടേക്ക് അങ്ങ് പോവുകയാണ്. ഒരു കേരള സ്റ്റൈൽ വിഭവമായ തനി നാടൻ കൂട്ടുകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും അദൽസ് ഡയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കൂടെ നിങ്ങളെ വിലയേറിയ ലൈക്ക്, കമൻറ്റ്സ്, ഷെയർ. കൂട്ടുകറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: പച്ചക്കായ, കടല, ചേന, പിന്നെ ഒരു പിടി തേങ്ങ വറുത്തെടുക്കണം, കറിവേപ്പിലയും വറ്റൽമുളകും ഉഴുന്നും കൂട്ടി, പിന്നെ ഒരു പിടി തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം ഇവയൊക്കെ കൂട്ടി മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ആദ്യം നമുക്ക് കടല നന്നായി വേവിച്ചെടുക്കാം. കടല വേവിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു ജാറിലേക്ക് ഒരു പിടി തേങ്ങ, 1-2 പച്ചമുളക്, ചെറുജീരകം, പെരുംജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെന്ത് ഉടയാൻ പാടില്ല. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ചേനയും പച്ചക്കായും വേവിച്ചെടുക്കാം. ചേന 2 വിസിലിട്ട് വേവിച്ചെടുക്കുക. പച്ചക്കായൊക്കെ വിസിൽ വേണ്ട, വിസിലില്ലാതെ ആ വെള്ളത്തിൽ തന്നെ ചേന ഊറ്റിയതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ പച്ചക്കായ ഇട്ട് വേവിച്ചെടുത്താൽ മതി. വിസിൽ ഒഴിവാക്കുക. വേവിച്ചെടുത്ത പച്ചക്കായ, കടല, ചേന ഇവയൊക്കെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലാണ് ഞാൻ കൂട്ടുകറി ഉണ്ടാക്കാൻ പോകുന്നത്. കറിവേപ്പില ചേർക്കുക. അതിനുശേഷം നമ്മൾ അരപ്പ്, നേരത്തെ ഉണ്ടാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെക്കാം. ഈ കൂട്ട് നന്നായി പതച്ച് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയോ കടായിയോ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉഴുന്ന് പരിപ്പിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. മാറ്റി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുക. കൂടെ 1-2 വറ്റൽമുളകും നന്നായി വറുത്തെടുക്കുക. നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇറക്കി വെക്കാം. അടുപ്പത്ത് വെച്ച കൂട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്ത തേങ്ങ ചേർക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത സംഭവം സൂപ്പറായി. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻസ് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ